السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോട് കൂടി ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ കേൾക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം ജീവിതത്തിൽ പകർത്തി നാളെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സന്തോഷത്തിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ കുടുംബസമേതം ആ സ്വർഗത്തിൽ ഇടം നേടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം, നമ്മുടെ നമസ്കാരം, നമ്മുടെ ഇബാദത്തുകൾ എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ, അഥവാ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്, ആ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഒളു എടുത്തത്, അതിൻ്റെ ഒരു ചെറിയ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞത്. ആ ഒളു പൂർണ്ണമാകണം. ആ ഒളുവുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഭാഗങ്ങളിലേക്ക് സമയമുണ്ടെങ്കിൽ പ്രവേശിക്കാവുന്നതാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്ത് ഒളുവെടുത്ത ആ ഒളുവിൻ്റെ ഭാഗങ്ങൾ പ്രകാശിക്കുന്നവരായി കൊണ്ടുവരും. അവരെ പ്രത്യേകം തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒളു എടുക്കുന്ന സമയത്ത് പൂർണ്ണമായി കൊണ്ട് മുഴുവൻ ഭാഗങ്ങളും കഴുകി നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ കൂടുതൽ കയറ്റി കഴുകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഒരാൾ പരിപൂർണമായി വെള്ളം എടുത്ത്
ആ വുളുവിന്റെ പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം പാലിച്ചതിന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ചു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നതാണ് എന്ന്. പരിപൂർണമായി വുളുവെടുത്ത് 2 റക്അത്ത് നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുന്നു. ലാ യതവല്ലു റജുലുൻ മുസ്ലിമുൻ ഫയഹ്സിനുൽ വുളു. ഒരു മുസ്ലിമായ മനുഷ്യൻ നന്നായിട്ട് വുളുവെടുത്തു, നമ്മളിവിടെ വിശദീകരിക്കുന്ന പോലത്തെ രീതിയിൽ വുളുവെടുത്തു, എന്നിട്ട് ആ വുളു പൂർണ്ണമാക്കി അവൻ നമസ്കരിക്കുന്നു. ആ നമസ്കാരത്തിൽ നല്ല ഖുശൂ ഉണ്ട്, അവന്റെ റുകൂ പൂർണ്ണമാണ്. നമസ്കാരത്തിലെ പൂർണ്ണമാക്കാൻ പറഞ്ഞതെല്ലാം പൂർണ്ണമായി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാ കാനത്ത് കഫാറത്തുൽ ലിമാ ഖബ്ലഹാ മിനൽ ദുനൂബി വമാ ലം യുഅതി കബീറ വദാലിക ദഹറ കുല്ലാ. ഒരാൾ ഒരു നമസ്കാരം, ആ നമസ്കാരം ഈ പറയപ്പെട്ട രീതിയിൽ വുളു പൂർത്തിയാക്കി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ നമസ്കാരത്തിന് ശേഷം അയാൾ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം പരിപൂർണമായി അള്ളാഹു പൊറുക്കും. വൻപാപങ്ങൾ ഉണ്ടെങ്കിൽ പൊറുക്കൂല. വൻപാപങ്ങൾ നമ്മൾ വേറെ തന്നെ ഇസ്തിഗ്ഫാർ നടത്തണം. അതല്ലാതെ ചെറിയ പാപങ്ങളെല്ലാം തുടച്ചു നീക്കാൻ ഈ വുളുവും നമസ്കാരവും മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അപ്പോ ഒരാൾ പരിപൂർണമായി നന്നായി വുളുവെടുക്കുമ്പോൾ വുളുവിന്റെ അവയവങ്ങളിലൂടെ വെള്ളം ഒലിക്കുന്നതോടുകൂടി, ഒലിച്ചിറങ്ങുന്നതോടുകൂടി അവന്റെ പാപങ്ങളെല്ലാം മുഖം കഴുകുമ്പോൾ മുഖം കൊണ്ട് ചെയ്തിട്ടുള്ള തെറ്റുകൾ, കണ്ണുകൊണ്ട് ചെയ്തിട്ടുള്ള തെറ്റുകൾ, അതേപോലെ തന്നെ കൈ കഴുകുന്ന സമയത്ത് കൈകൾ കൊണ്ട് ചെയ്തിട്ടുള്ള തെറ്റുകൾ, കാല് കഴുകുന്ന സമയത്ത് കാലുകൊണ്ട് ചെയ്തിട്ടുള്ള തെറ്റുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി നോക്കൂ, എന്തിനെല്ലാം വുളു വേണം? വുളു നിർബന്ധമാണ്. വുളു ഏത് സമയത്തും ഒരു മനുഷ്യൻ വുളുവിലായിരിക്കുക എന്നുള്ളത് അവന് പ്രതിഫലാർഹമാണ്. ശൈത്താനിൽ നിന്നുള്ള വസ്വാസുകളും ശൈത്താന്റെ പ്രയാസങ്ങളും ഇല്ലാതിരിക്കാൻ വുളു അവനെ സംരക്ഷിക്കും. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വുളു എടുക്കുന്നു. എന്തിലധികം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വുളു കൊടുത്തിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കുളിപ്പിച്ച് ഖബറിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ വുളു സുന്നത്തായ ഒരുപാട് സമയമുണ്ട്. എന്നാൽ വുളു എന്തിനൊക്കെ നിർബന്ധമായിട്ടുള്ളത്? ഒന്ന് നമസ്കാരമാണ്, നമുക്കറിയാം. നമസ്കാരത്തിന് വുളു നിർബന്ധമാണ്. പിന്നെ ഏതാ? നിങ്ങളെ മനസ്സിലുണ്ടോ? ഉണ്ടൊക്കെ പറഞ്ഞോളി. ഖുർആൻ ഓതാൻ വുളു വേണം. ഖുർആൻ ഓതാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ തൊടാൻ, മുസ്ഹഫ് തൊടാൻ. അപ്പൊ ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഖുർആൻ തൊടണമെങ്കിൽ വുളു വേണോ വേണ്ടോ എന്നുള്ളത് 2 അഭിപ്രായമുണ്ട്. വുളു വേണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, വുളു വേണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ വുളു മുസ്ഹഫ് തൊടണമെങ്കിൽ വുളു വേണം എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന പറയാം. ഏറ്റവും നല്ലത്, അതിൽ സംശയമല്ല, ഖുർആൻ ഓതുന്ന സമയത്ത്, മുസ്ഹഫ് തൊടുന്ന സമയത്ത്, മൊബൈൽ അതുപോലെ തന്നെയുള്ള ഓതുന്ന സമയത്തല്ല, മുസ്ഹഫ് നമ്മൾ തൊടുന്ന സമയത്ത് വുളുവോടുകൂടി തൊടുകയാണ് നല്ലത്, ഓതുകയാണ് നല്ലത്. 2 അഭിപ്രായം ഉണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായമായിട്ടും നല്ലതായിട്ടുള്ള അഭിപ്രായമായിട്ടും അതാണ്. മൂന്നാമത്തേത്, തവാഫ് ചെയ്യുമ്പോൾ വുളു വേണം. സഅയിന് വേണം വുളു? സഅയിന് വുളു വേണ്ട. തവാഫ് ചെയ്യണമെങ്കിൽ വുളു നിർബന്ധമാണ്. അതിൻ്റെ ഇടയിൽ വുളു മുറിഞ്ഞാൽ പോയി വുളു എടുത്ത് എത്രയാണോ നമ്മൾ പൂർത്തിയാക്കിയത്, ഇപ്പോൾ 3.5 ചുറ്റി വുളു മുറിഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ വീണ്ടും വുളു എടുത്ത് വന്നതിന് ശേഷം ആ അര ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ബാക്കി, ഇപ്പോൾ 3 അര ഒഴിവാക്കുമ്പോൾ 3 ഉണ്ടാവല്ലോ, ശരി, ബാക്കി 4 ചെയ്ത് 7 പൂർത്തിയാക്കണം. അപ്പോൾ തവാഫിന് വുളു നിർബന്ധമാണ്. ശരി, ഈ വുളുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ സൂചിപ്പിച്ച സമയത്ത് പിന്നെ നമുക്കറിയാം, പിന്നെ വുളു നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ഒന്നാണ് വുളുവിന് മുമ്പായിക്കൊണ്ട് നിയ്യത്ത് കഴിഞ്ഞ് വുളുവിന് മുമ്പായിക്കൊണ്ട് പല്ല് വെക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞു പോയതായിരുന്നു.
പല്ല് തേക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് പ്രയാസകരമാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ ഒളിവിൻ്റെ കൂടെ നിർബന്ധമായും പല്ല് തേക്കാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, നമ്മൾ കാര്യമായിട്ട് ഒന്ന് പല്ല് തേക്കാറുണ്ടോ? ഇല്ലെങ്കിൽ പല്ല് തേക്കണം. നന്നായിട്ട് അറാക്കുണ്ടെങ്കിൽ അറാക്ക്, ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ്, ഒന്നുമില്ലെങ്കിൽ കൈകൊണ്ടെങ്കിലും കേവലം ഒന്ന് ഇങ്ങനെ ഒരു പല്ല് തേക്കലല്ലാതെ എല്ലാ ഭാഗത്തും ശരിയാം വണ്ണം വായനാറ്റം ഒഴിവാകുന്ന രീതിയിൽ പല്ല് തേച്ച് കൊപ്പിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധമാക്കുമായിരുന്നു എൻ്റെ ഉമ്മത്തിന്. പക്ഷേ എൻ്റെ ഉമ്മത്തിന് അത് പ്രയാസകരമാകും എന്ന് വിചാരിച്ചത് കൊണ്ട് ഒഴിവാക്കിയതാണ്. ഇത് എത്ര കൂലി നമുക്ക് കിട്ടും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വാഖു മത്ഹറത്തുൽ ലിൽ ഫമി വ മർലാത്തുൽ ലിറബ്ബി. പല്ല് തേക്കുക എന്നുള്ളത് വായക്ക് ശുദ്ധിയാണ്, അള്ളാഹ്ക്ക് തൃപ്തിയാണ്. എന്താണ് പല്ല് തേക്കുക എന്നുള്ളത്? വായക്ക് ശുദ്ധിയാണ്, അള്ളാഹുവിന് തൃപ്തിയാണ്. അപ്പൊ അള്ളാഹ്ക്ക് തൃപ്തി കിട്ടുന്ന കാര്യമാണ്. അപ്പൊ കാര്യത്തിൽ പല്ല് തേക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തത് നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ അവസാനത്ത് പറഞ്ഞത് കൊണ്ടാണ് ഇതൊന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നത്. പറയാത്ത കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്, വുളുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത്. പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നതാണത്. എങ്ങനെയാണ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത്? നമ്മൾ കൊപ്പിക്കാൻ വെള്ളം എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ വെള്ളം വായിലേക്കുമാക്കാം, കുറച്ച് മൂക്കിലേക്കുമാക്കാം. മൂക്കിലേക്ക് നന്നായിട്ട് വെള്ളം കയറ്റണം, ശക്തമായിട്ട് ചീറ്റണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്ബിഗുൽ വുദൂഅ, നിങ്ങൾ വളു പൂർണ്ണമാക്കണം. വഖല്ലിൽ ബൈനൽ അസാബിഅ, നിങ്ങൾ കൈ കഴുകണ സമയത്ത് വിരലുകൾക്കിടയിൽ നിങ്ങൾ എന്താക്കണം? ചിക്കറക്കണം. നമ്മൾ അങ്ങനെ കഴുകാറുണ്ടോ? വെറുതെ എങ്ങനെയാണ്ട് ഒഴിവാക്കുക എന്നല്ലാതെ. അതൊക്കെ വളരെ പ്രബലമായ നബി പഠിപ്പിച്ചു. രണ്ട് വിരലുകളും പിന്നെ കഴുകണ സമയത്ത് ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസിൽ വന്നതാണ്. എന്താണ്? ഹദീസിൽ വന്നതാണ്. എന്താണ് അല്ല ഹദീസ്? എന്താണ്? വഖല്ലിൽ ബൈനൽ അസാബിഅ, നിങ്ങൾ വിരലുകൾ ചിക്കറുത്ത് നന്നായിട്ട് കഴുകണം. നമ്മൾ കഴുകാറുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വുളു പരിപൂർണമാകാൻ വേണ്ടതാണ്. വബാലിഗ് ഫിൽ ഇസ്തിൻഷാഖി ഇല്ല അൻ തകൂന സായിമൻ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിൽ നിങ്ങൾ അങ്ങേ അറ്റമാകണം. നന്നായിട്ട് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. ഇല്ല അൻ തകൂന സായിമൻ, നോമ്പുകാരനാണെങ്കിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റേണ്ട ആവശ്യമില്ല, അങ്ങേയറ്റമാക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നന്നായിട്ട് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. അപ്പോ മൂക്ക് ചീറ്റുക എന്നുള്ളതിന് റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 3 പ്രാവശ്യം മൂക്ക് ചീറ്റണം എന്ന് പറയും. ശൈത്താൻ നമ്മുടെ തരിമൂക്കിൽ താമസിക്കുന്നതാണ്. എങ്ങനെ ശൈത്താൻ തരിമൂക്ക് താമസിക്കാം? അവിടെ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ മൂക്ക് ചീറ്റണം, ശക്തിയായിട്ട് 3 പ്രാവശ്യം ചീറ്റണം. അപ്പൊ ശൈത്താന്റെ ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നന്നായിട്ട് മൂക്ക് ചീറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മൂക്ക് ചീറ്റുന്ന സമയത്ത് നമ്മൾ ഹദീസിൽ പറഞ്ഞ പോലെ തന്നെ മുഖം കഴുകി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന സമയത്ത് പാപങ്ങൾ, അത് 3 കാരണവും കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന വിഷയത്തിൽ നമ്മൾ കൊപ്പിച്ചങ്ങനെ ഒന്നുകൊടുത്ത് അങ്ങോട്ട് പോകും. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന വിഷയത്തിൽ നമ്മൾ എത്രത്തോളം ജാഗ്രത കാണിക്കുന്നുണ്ട്? വലത് കൈ കൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റുന്നു, ഇടത് കൈ കൊണ്ട് ചീറ്റുന്നു. ഹദീസിന്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഇസ്തൻശിറു മർറത്തൈനി ബാലിഗത്തൈനി ഔ സലാസൻ, നിങ്ങൾ പരിപൂർണമായിട്ട് 2 or 3 പ്രാവശ്യം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം എന്ന ഹദീസ് നമുക്ക് അത് തരിപ്പ് പോകാതെ, അഥവാ നമ്മൾ പറഞ്ഞതിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് പ്രയാസകരമല്ലാത്ത രീതിയിൽ കേവലം ഒന്നിവിടെ തട്ടിച്ചെടുത്താൽ പോരാ എന്നർത്ഥം. ഹദീസിന്റെ വാക്കുകൾ ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് നമ്മൾ അതിൽ കൂടുതൽ എന്താക്കണം? ബാലിഗ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായി ഇത് ചെയ്യാൻ പറ്റുന്ന
പറ്റുന്നത് ചെയ്യുക. തരിപ്പ് പോയി ഇറങ്ങാറാണെന്നല്ല ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അവസ്ഥ, അർത്ഥം കേട്ടോ. ശരി. പിന്നെ മുഖം കഴുകുക എന്നുള്ളത് പിന്നെ നമ്മൾ വുളുവിൻ്റെ ആയത്ത് പറഞ്ഞപ്പോൾ ആയത്ത് തുടങ്ങുന്നതിലാണ്. വുളുവിൻ്റെ ആയത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പം മുഖം കഴുകുമ്പോൾ മുഖം പരിപൂർണമായിട്ട് നന്നായിട്ട് കഴുകണം. മുഖത്തിൻ്റെ ബൗണ്ടറി ഒക്കെ ശരിക്ക് റെഡിയാക്കി, ഏതാണ് ഇവിടെ മുടി മുളക്കുന്ന മുതൽ നമ്മളെ കഴുത്ത് അവസാനിക്കുന്നത് വരെ ശരിക്കും മുഖമാണ്. ഇതൊക്കെ മുഖമാണ്. അതേപോലെ തന്നെ ഒരു ചെവിൻ്റെ കുന്നി മുതൽ ഒരു ചെവിൻ്റെ കുന്നി അവിടെ ഇവിടെ ജസ്റ്റ് ഇവിടെ കഴുകിയാൽ പോരാ, ഒന്ന് ശരിയാവല്ലേ. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞൊക്കെ ഒന്ന് ശരിയാകും. മൂക്കിൽ ഒരാൾ വെള്ളം കയറ്റി ചീറ്റിയില്ല, അതേപോലെ തന്നെ ഒരാൾ പല്ല് തേച്ചില്ല, ഒന്ന് ശരിയാവോ? ശരിയാവും, പരിപൂർണത കിട്ടൂല. പക്ഷെ മുഖം കഴുകണ ശരിയായില്ലെങ്കിലോ, നമ്മുടെ മക്കളൊക്കെ സഹോദരികളെ മക്കളൊക്കെ ഉള്ളെടുക്കുന്ന സമയത്ത് ഒരു മുഖം കഴുകണ ശരിയാണോ നമ്മൾ നോക്കണം. മദ്രസയിൽ ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിതാണ് മക്കള്. നമ്മൾ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ മുഖം കഴുകുന്നത് എങ്ങനെയാണ്, ശരിക്കും വെള്ളെടുത്ത് മുഖം ശരിക്കും കഴുകുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ താടി ചിക്കറുക്കണം. താടിയുള്ള ആളുകൾ, താടി ഉണ്ടാകണം, എല്ലാവർക്കും താടി ഉണ്ടാകണം. വെച്ചുപിടിപ്പിക്കണം എന്നല്ല അർത്ഥം, വന്നത് വെക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. 24 മണിക്കൂറും കൂലി കിട്ടുന്ന കാര്യമാണ്. 24 മണിക്കൂറും താല് വടിക്കൽ ഹറാമാണ്. എല്ലാ മദ്ഹബിന്റെ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കുറ്റം കിട്ടുന്നവരാ കുറ്റം കിട്ടും, യാതൊരു സംശയമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദശക്കണക്കിന് ഹദീസാണ് താടി വെക്കുന്ന വിഷയത്തിൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ പ്രാധാന്യം കാണുന്ന ചെയ്യണം, യാതൊരു സംശയ അക്കാര്യത്തിലില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശരി. അപ്പോ താടി ചിക്കറക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടിക്കുള്ളിലേക്ക് കൈ കടത്തി വെള്ളം കടത്തി താടി ചിക്കറക്കുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കൈ മുട്ടുൾപ്പെടെ നന്നായിട്ട് കഴുകണം. കൈ കഴുകുന്ന സമയത്ത് ചില ആൾക്കാർ ഇവിടെ ഇങ്ങനെ മുട്ടുൾപ്പെടെ കഴുകും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൈ നിർത്തി പിടിച്ചിട്ട് ഇവിടെ തൊലി ചുളുങ്ങി എടുക്കുന്നുണ്ടാവും. ശരിക്കും എല്ലായിടത്തും വെള്ളം എത്തണം, വെള്ളം കൈ ഉരച്ച് കഴുകണം. എല്ലാം ഉരച്ച് കഴുകാനുള്ളതാണ്. വെറുതെ വെള്ളം ഇങ്ങനെ കുടഞ്ഞാലോ അല്ലെങ്കിൽ ചുവപ്പിയാലോ പോരാ, കഴുകന്നെ വേണം. തടവല് പറഞ്ഞത് ചെവിയും തലയും മാത്രമേ തടവലുള്ളൂ. ഇപ്പൊ മുഖത്ത് വെള്ളം വെറുതെ എറിഞ്ഞാൽ പോരാ. അതേപോലെ തന്നെ കയ്യ് ഇങ്ങനെ ചുവപ്പിയാൽ പോരാ, നന്നായിട്ട് ഉരച്ച് തന്നെ കഴുകണം എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ഉളിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ മുട്ടുൾപ്പെടെ ഉരച്ച് കഴുകുമായിരുന്നു. ഇത് റസൂലുള്ളയാണല്ലോ ഇപ്പൊ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. റസൂലുള്ളയാണല്ലോ പഠിപ്പിച്ചിരുന്നത്, ഉരച്ച് കഴുകുമായിരുന്നു എന്ന് റസൂലുള്ളാന്റെ ഹദീസ് ഉണ്ട്. അതേപോലെ തന്നെ ശരിക്ക് വിരലുകൾക്കിടയിൽ ചിക്കറക്കുമായിരുന്നു, താടി ചിക്കറക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ശരി. അതേപോലെ തന്നെ തല തടവിന് നമ്മൾ പറഞ്ഞു, തല പൂർണ്ണമായി തടവണം. ഇതാണ് തല തടവിന്റെ രൂപം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യംസൗ റഅസഹു മർറത്തൻ വാഹിദ, ഒരു പ്രാവശ്യമാണ് തല തടവിയത് റസൂലുള്ള. ഒരു പ്രാവശ്യം റസൂലുള്ള അങ്ങനെ തടവിയത്. എല്ലാം 3 പഠിപ്പിച്ചു, ഇത് 1 പഠിപ്പിച്ചു. ഇത് 1 പഠിപ്പിച്ചു. അതേപോലെ തന്നെ തല തടവാൻ വെള്ളം നമ്മളെ കയ്യിലാക്കി നമ്മൾ തല തടവി, ഇതുപോലെ തല തടവുന്നു. നമ്മുടെ ഈ പെരുവിരൽ ചെവിയിൽ തിരുകിയിട്ട് എന്നിട്ട് നമ്മുടെ കൈ കൂട്ടിപ്പിടിച്ച് തലയുടെ തുടക്കത്തിൽ നിന്ന് ബാക്കിലേക്ക് കൊണ്ടുപോകുന്നു, നേരെ ഓപ്പോസിറ്റ് തിരിക്കുന്നു. തല തടവി കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതാണ് ചെയ്യുന്നത്. നമ്മളെ ചൂണ്ടുവിരൽ ചെവിയിലിടുന്നു, എന്നിട്ട് പിന്നെ പെരുവിരൽ കൊണ്ട് അങ്ങോട്ടൊരു തടവിൽ തടവും. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നമ്മൾ ഒരു പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ചെവി തടവാൻ വേറെ വെള്ളെടുക്കണോ? വേണ്ട, വെള്ളെടുക്കണ്ട. തല തടവി കഴിഞ്ഞിട്ട് ചെവി തടവാൻ വേറെ വെള്ളെടുക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അപ്പൊ 3 പ്രാവശ്യം തല തടവലും തല അല്പം തടവലും അതേപോലെ തന്നെ ചെവി തടവാൻ വേറെ വെള്ളെടുക്കലൊന്നും മുത്തനബി പഠിപ്പിച്ച ഒലിയല്ല. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും. മുത്തനബി പഠിപ്പിച്ച ഒലിയും നിസ്കാരമൊക്കെയാണോ? എന്തിനാ നിസ്കരിക്കണോ? റസൂലുള്ള പഠിപ്പിച്ചതുകൊണ്ട് നല്ല പറഞ്ഞുകൊണ്ടാണ് എങ്കിൽ നമ്മൾ ഈ ശ്രദ്ധിക്കണം. ഒരു പ്രാവശ്യമേ തല തടവൽ വന്നിട്ടുള്ളൂ. തല പൂർണ്ണമായി തടവണം. അതിങ്ങനെ ആക്കിയ പോരാ.
ചെവി തടയാൻ വേറെ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. 3 പ്രാവശ്യം ചെവി തടവേണ്ട ആവശ്യവുമില്ല. അത് കൃത്യമായിട്ട് വന്നതാണ്. ഇനി കാല് കഴുകലാണ്. കാല് നെറിയാൻ ഉൾപ്പെടെ കഴുകണം, നമുക്കറിയാം. ഇതാ തവല്ലാത്തും റസൂലുള്ള പറഞ്ഞു, കാല് കഴുകുന്ന സമയത്ത് നോക്കൂ, കാൽ വിരലുകൾക്കിടയിൽ ഇടത്തെ കൈയിന്റെ ചെറിയ വിരല് പ്രവേശിപ്പിച്ച് റസൂലുള്ള കഴുകിയെന്നാണ്. എവിടെയാണ്? എല്ലാം ഹദീസ്. റസൂലുള്ളാന്റെ ഓരോ അനക്കവും സഹാബത്ത് പറഞ്ഞു. ഇതാ തവല്ലഅത ഫഖല്ലിൽ അസാബി യദൈക വരിജ്ലൈക. നീ ഒലെടുക്കുകയാണ്, റസൂലുള്ളാന്റെ കൽപ്പനയാണ്. നീ ഒലെടുക്കുകയാണെങ്കിൽ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, നീ ഒലെടുക്കുകയാണെങ്കിൽ നിന്റെ കൈ വിരലുകൾ അതും സിക്കറുക്കണം, കാൽ വിരലുകളും സിക്കറുക്കണം. വെറുതെ വെള്ളം പറ, കാല് കയ്യിൽ പിടിക്കണം, എന്നിട്ട് പൈപ്പ് പിടിച്ചിട്ടോ അല്ല എങ്ങനെ വെച്ചാൽ ബാലൻസ് ചെയ്തിട്ട് ശരിക്കും എന്താക്കണം, കഴുകന്നെ വേണം. കഴുകലാണ്. വെള്ളം ഇങ്ങനെ വെറുതെ ഒഴിച്ചാൽ പോരാ, പൈപ്പ് നമുക്ക് കാട്ടിക്കൊടുത്താൽ പോരാ, ഓല് ശരിയാവില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരാൾ ഓലെടുത്ത് വരുന്നു കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മടമ്പിന്റെ ഭാഗത്ത് ഒരു നാണയത്തിന്റെ വലുപ്പത്തിൽ കാല് നനഞ്ഞിട്ടില്ല. വൈലുൽ ആഖാബി മിനന്നാർ, മടമ്പുംകാലുകൾക്ക് നാശം നരകത്തിലാണ്. നിസ്കരിക്കാത്തതിനെ കുറിച്ചല്ല പറഞ്ഞത്, നിസ്കരിക്കാത്തതിന്റെ കാര്യം പറയണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ ഓലെടുക്കുമ്പോൾ കാല് നനഞ്ഞിട്ടുണ്ടോ, മുട്ട നനഞ്ഞിട്ടുണ്ടോ, ശരിക്കും എല്ലാ ഭാഗത്തും പിന്നെ വേറെ മുഖം കഴുകല്, മുട്ടുൾപ്പെടെ കഴുകല്, തല ചെവി തടവല്, കാല് കഴുകല്, ഇത് ഒലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അതില്ലെങ്കിൽ ഒലിയില്ല. ബാക്കിയുള്ളൊക്കെ അതിന്റെ പരിപൂർണതയും സുന്നത്തുമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാല് ചിക്കറുക്കണം, കൈ പിടിച്ചുകൊണ്ടെന്ന് ശരിക്ക് കഴുകണം എന്നുള്ളതാണ്. അപ്പോൾ ഒലി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്തതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം, അതിന്റെ ഹദീസിലൂടെ ഉദ്ധരിച്ചെന്ന് മാത്രം. ഇത് നമ്മളിത് ശ്രദ്ധിക്കേണ്ട, ഒലിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സഹോദരന്മാരെ, റസൂലുള്ളാഹി പഠിപ്പിച്ച കാര്യമാണ്, വെള്ളം ദൂർത്താക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുദ്ദ് കൊണ്ട് ഒലിയെടുത്തിരുന്നു എന്നാണ്. ഒരു മുദ്ദ് കൊണ്ട് റസൂലുള്ളാഹി ഒലിയെടുത്തു എന്നാണ്. ഒരു മുദ്ദ മാത്രം ഇതല്ലൊരു മുദ്ദ പറഞ്ഞാൽ ഒരു മുദ്ദ് വെള്ളം കൊണ്ട് ഒലിയെടുത്തിരുന്നു. അപ്പൊ വെള്ളം ദൂർത്താക്കാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും നിർബന്ധമായിട്ടുള്ള. ഒരാള് 3 പ്രാവശ്യം കഴുകല് ഫർളാണ് അല്ലെ, 3 പ്രാവശ്യം കഴുകല് സുന്നത്താണ്, നമുക്കറിയാം. ഒരാൾ 4 പ്രാവശ്യം കഴുകിയാലോ ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാര്. ഒരാൾക്ക് വിശ്വാസം ശരിയായിട്ടില്ല, അവിടെ തട്ടിയില്ല ഇവിടെ തട്ടിയില്ല എന്നുള്ള നിലയ്ക്ക് ഹറാമാണ്. അത് ഹദീസ് ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. നോക്കൂ, തവല്ല മർറത്തനോ മർറത്തനോ ഹിന്തൈനി ഹിന്തൈനി ഫലാസ വൽ ഫലാസ് വഫീ റിവായത്തിൻ വമൻ സാദ ഫഖദ അസാഅ വതഅദ്ദ വലമ. ഒരാൾ 3 പ്രാവശ്യത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അയാള് അക്രമം ചെയ്തു, അതിര് കവിഞ്ഞു. അപ്പൊ അതിന്റെ ആവശ്യമില്ല. വെള്ളം ദൂർത്താക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാവ് കണ്ട് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്സിലു ഔ കാന യഗ്തസിലു ബിസ്സായി ഇലാ 5 അംദാദിൻ വയതവല്ലു ബിൽ മുദ്ദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുമ്പോൾ 5 അംദാദുകൾ കൊണ്ട് 5 മുദ്ദുകൾ കൊണ്ട് കുളിക്കുമായിരുന്നപ്പോൾ ചെറിയ കുളി, അത് ദൂർത്താക്കാത്ത കുളി. അതേപോലെ തന്നെ വയതവല്ലു ബിൽ മുദ്ദ്, ഒരു മുദ്ദ് വെള്ളം കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളി എടുക്കുമായിരുന്നു. കുറച്ച് വെള്ളം കൊണ്ട് ശരിക്കും പൈപ്പൊന്നായിട്ട് തിരിച്ചിട്ട് എത്രയോ വെള്ളം കളഞ്ഞു. നമ്മൾ ഒളി എടുക്കണ വെള്ളം, പല ആളുകൾ ഒളി എടുക്കണ വെള്ളം നമ്മൾ ബക്കറ്റിലേക്ക് ശേഖരിക്കുകയാണെങ്കിൽ 1 ബക്കറ്റ് വെള്ളം ഉണ്ടാവും. വെള്ളം നിന്ന് പരീക്ഷ നോക്കി നന്നായിട്ട് ഇങ്ങോട്ട് തിരിക്കണം. എന്നിട്ട് കൈ കഴുകി, അതുപോലെ നമ്മൾ പിന്നെ കൊപ്പിക്കണ സമയത്ത് വെള്ളം ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾ കൂട്ടിയാൽ മതി. മുഖം വരച്ച് കഴിയുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ പോവുകയാണ്. പല്ല് തേക്കുന്ന സമയത്ത് വെള്ളം പോവുകയാണ്. ഒരു മുട്ടയിൽ കൂടെ കൈ വെച്ച സമയത്ത് വെള്ളം പോവുകയാണ്. ജസ്റ്റ് ഒന്ന് കൂട്ടിയാൽ മതി. കാരണം ഹറാമാണിത്. നിനക്കറിയോ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാദ് റളിയല്ലാഹു എന്ന് ഒലി എടുക്കണ കാണാണ്. സാദ് റളിയല്ലാഹു എന്ന് ഒലി എടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദ സർഫ് യാ സാദ്, സാദേ ഇത് എന്തൊരു ദൂർത്താണിത്, ഇങ്ങനെ വെള്ളം ഒഴിവാക്കുകയാണോ, കളിയാണോ? ഏതായിരുന്നാലും നമ്മൾ ടാപ്പിൽ തിരിച്ചു കളയുന്ന ഒരു വെള്ളം കളയുണ്ടാവില്ല.
അപ്പൊ സാദർ അലിയല്ലാഹു ചോദിച്ചു, എല്ലാം റസൂൽ അഫിൽ സർഫൻ, റസൂല് ഒലി എടുക്കണോടത്തും ദൂർത്തുണ്ടോ? ഒലി എന്ന് പറഞ്ഞാൽ ഇബാദത്താണല്ലോ, പരിപൂർണമായി ചെയ്യേണ്ടതാണല്ലോ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ. ഒലി എടുക്കണോടത്തും ദൂർത്തുണ്ടോ? അപ്പൊ റസൂൽ പറഞ്ഞു, നാം ഒഴുകുന്ന ഒരു പുഴയിൽ നിന്നാണ് നീ ഒലി എടുക്കുന്നതെങ്കിലും ദൂർത്ത് പറ്റില്ല. ഏതായാലും വെള്ളം ഒഴുകിപ്പോവല്ലേ, ഏതായാലും ഒഴുകിപ്പോവല്ലേ, മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ പോലും ദൂർത്ത് പറ്റൂല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണ്ടായി. അപ്പൊ അത് നന്നായി പാലിക്കണം. പരിപൂർണമായി ഒളിയറിഞ്ഞ കുറച്ച് വെള്ളം കൊണ്ട് ഒളിയെടുക്കണം. ശരിക്കും 100 പോലെ കുറച്ച് പൈപ്പ് തിരിച്ച് നന്നായിട്ട് സാവകാശം നന്നായി ഒളിയെടുത്ത് പരിപൂർണമാക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹിന്റെ ഒലു. ശരി, നമ്മൾ അവസാനിപ്പിച്ചു ഒലുവിന്റെ കാര്യം. അതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന് സാക്ഷികളായി. കേട്ട് കഴിഞ്ഞാൽ സാക്ഷികളായി. ഇനി കേട്ടിട്ടില്ല പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഒലു എങ്ങനെയാണ്, നമ്മുടെ മക്കളുടെ ഒലു എങ്ങനെയാണ്? ഒലു ഇല്ലെങ്കിൽ നിസ്കാരത്തിന്റെ താക്കോലാണ് ഒലു. ഒലു ഇല്ലെങ്കിൽ നിസ്കാരമില്ല, നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ഒലു പൂർണ്ണമാക്കാൻ ശ്രമിക്കുക. ഇന്ന് ഒലു എടുക്കാൻ കഴിയാത്ത ആളുകൾക്കാണ് എന്തുള്ളത്? തയമ്മം ഉള്ളത്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും. ഒലുവിന്റെ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻ കുൻതും മർളാ ഔ അലാ സഫറിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്തി ഔ ലാമസ്തുമുൻ നിസാ ഫലം തജിദൂ മാഅൻ ഫതയമ്മമൂ സഈദൻ തയ്യിബാ. ഒലുവെടുക്കാൻ വെള്ളമില്ലെങ്കിൽ നല്ല മണ്ണിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തയമ്മം ചെയ്യുക. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ രോഗികളാകാം, വെള്ളം തട്ടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാം. അതുകൊണ്ട് തയമ്മം ചെയ്യല് പിന്നെ ഒലുവിന്റെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾക്കുള്ളതാണ്. ശരി, തയമ്മത്തിന്റെ രൂപം എങ്ങനെയാണ്? നിയ്യത്ത് വേണം, അല്ലേ? നിയ്യത്ത് വേണം. പിന്നെ എന്ത്? ബിസ്മി ചൊല്ലണം. അതെങ്ങനെയാണ് തയമ്മം? എല്ലാവർക്കും ഏത് കർമ്മത്തിനും നിയ്യത്ത് വേണം. ഓക്കെ, ബിസ്മി ചൊല്ലണം എന്നുള്ളത് നമുക്കറിയാം. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ശുദ്ധമായ പൊടിമണ്ണിൽ കൈ അടിക്കണം. കൈ അടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? യലിദു കഫൈഹി അസ്സഈദ തയ്യിബ്, നല്ല മണ്ണില്, ശുദ്ധമായ മണ്ണില് കൈ അടിക്കും. വറബത്തൻ വാഹിദ, ഒരു അടി അടിക്കുന്നു. സുമ്മ യംസഹു ജമീഅ വജീഹി ബികഫൈഹി, എന്നിട്ട് ആ പിന്നെ കൈകൊണ്ട് മുഖം പരിപൂർണമായി തടവും. 10 പ്രാവശ്യം തടവും. വേണമെങ്കിൽ കൈ അടിച്ചതിന് ശേഷം കൈയിലേക്കൊന്ന് ഊതുക, ആ പൊടി ഒന്ന് കളയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ തട്ടുക. മനസ്സിലാവുണ്ടോ? ഒന്ന് തട്ടുക, അല്ലെങ്കിൽ ഊതുക എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് മുഖം തടവുക. ഓക്കെ, ശരി. പിന്നെന്താ ചെയ്യണ്ടേ? കേൾക്കണം. വലതു കൈ തടവുക. വലതു കൈ നമ്മൾ തടവി കൊടുക്കുക. വലതു കൈയിനെ തടവി കൊടുക്കുക. ഇങ്ങനെ തടവാം, ഇങ്ങനെ തടവാം. പിന്നെ ഈ കഫിൽ തടവിയാൽ മതി. കഫിൽ തടവിയാൽ മതി. അതേപോലെ തന്നെ ഇടതു കൈയും തടവുക. ഇടതു കൈയും കഫിൽ തടവും. തയമ്മം കഴിഞ്ഞു. ഒരാൾ ജനാപത്തുകാരനാണ്, വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. എന്ത് ചെയ്താൽ മതി? ഇത് ചെയ്താൽ മതി. വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, വെള്ളമില്ല, ഒരു യാത്ര പോവാണ്, വെള്ളം കിട്ടാത്ത സ്ഥലത്ത് കൂടെ. നമുക്ക് ഭക്ഷണത്തിനുള്ള വെള്ളമേ ഉള്ളൂ, കുടിക്കാനുള്ള വെള്ളമേ ഉള്ളൂ. അത് ഉപയോഗിക്കാൻ പറ്റില്ല, ഉപയോഗിച്ച പട്ടിണി മരിച്ചു. അപ്പൊ വെള്ളം ഉപയോഗിക്കേണ്ട താമം ചെയ്താൽ മതി. പക്ഷെ വെള്ളമെല്ലാം ഉറപ്പുവരുത്തണം. അല്ല എന്താ പറയുക, നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ താമം ചെയ്യാന്നാ പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ശരി. അപ്പോ ഇതാണ്. അതോടെ തടവേണ്ട വിഷയത്തിൽ ആദ്യം വലതു കൈ തടവി, പിന്നെ ഇടതു കൈ തടവി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ഏത് വരെ തടവണം? 2 ചർച്ചകളുണ്ടായത്. അതിൽ ഒന്ന്, ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ വരെ തടവുക, അടിച്ചതിന് ശേഷം ഇവിടെ വരെ തടവുക. പക്ഷെ അത് പ്രബലമായ അഭിപ്രായമല്ല. അങ്ങനെ തടവേണ്ട ആവശ്യമില്ല. എവിടെ തടയാൻ മതി? ചർച്ചകൾ പണ്ഡിതന്മാരൊക്കെ ചില പണ്ഡിതന്മാർ അങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല. കഫ് തടവിയാൽ മതി. മനസ്സിലായല്ലോ? ശരി. അതേപോലെ തന്നെ മുഖത്തിന് തടവാൻ ഒരടിയും കയ്യിന് മറ്റൊരടിയും ആവശ്യമുണ്ടോ? അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരും കാണാം. ആവശ്യമില്ല.
പ്രബലമായിട്ടുള്ള അഭിപ്രായം അതിന്റെ ആവശ്യമില്ല. അപ്പൊ എങ്ങനെ എല്ലാവരും ഒന്ന് താമം ചെയ്താട്ട് അടിക്കുന്നു, എന്നിട്ട് നമ്മൾ അതിന്റെ പൊടി കളയുന്നു, അല്ലെങ്കിൽ ഊടുന്നു, മുഖം തടവുന്നു, വലത് കൈപ്പത്തി ഇടത് കൈപ്പത്തി, അതെങ്ങനെ വെച്ചാൽ തടവും. താമമായി വേണ്ട വേണ്ട, പുറം മാത്രം. അതിന് മുകളിൽ തടയാൻ മതി. അത് ഒലിവിന്റെ വിഷയത്തിൽ ഒരാള് ബാൻഡേജ് ഇട്ട ആളാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരാളെ കൈ മുറിഞ്ഞിട്ടുണ്ട്, ആ ഭാഗത്ത് വെള്ളം നനക്കാൻ പറ്റൂല എന്ന് നമുക്കറിയാം, ബാൻഡേജ് ഇട്ട ആളാണ്. അപ്പൊ ബാക്കി ഒലി എടുക്കുന്ന ഭാഗത്തൊക്കെ എന്ത് ചെയ്യാം, ഒലി എടുക്കുക, അവിടെയൊക്കെ വെള്ളം നിർത്താൻ പറ്റില്ലോ അല്ലേ. പിന്നെ എന്നിട്ട് ഇവിടെ വെള്ളം കൊണ്ട് തടവിയാൽ മതി, വെള്ളം കൊണ്ട് തടവിയാൽ മതി എന്ന് പറഞ്ഞു. അതല്ല, ചില വണ്ടിവന്മാർ പറഞ്ഞു അതിനു വേണ്ടി നിങ്ങളൊരു താമം ചെയ്താൽ മതി എന്ന് പറഞ്ഞൊക്കെ കാണാൻ സാധിക്കും. വെള്ളം കൊണ്ട് തടവിയാൽ മതി എന്ന അഭിപ്രായങ്ങൾ അതിലുണ്ട്. അതുപോലെ നമുക്ക് മണ്ണ് കിട്ടണില്ല, അങ്ങോട്ട് വരാം ഇൻഷാ അല്ലാഹ്. ശരി, നമുക്ക് മണ്ണ് കിട്ടാത്ത അവസ്ഥ. നമ്മൾ ട്രെയിനിലാണ്, വെള്ളമില്ല, ഫ്ലൈറ്റിലാണ്, വെള്ളമില്ല എന്ന് വിചാരിക്കാം. വെള്ളം ഉണ്ടാവും, പക്ഷെ ഇതേപോലെ തന്നെ ഈ എന്താണ്, നമ്മൾ വെള്ളിയാഴ്ച സജദ ചെയ്തല്ലോ, അതിൽ തുലാവത്തിന്റെ സുജൂദുണ്ടല്ലോ. സാധാരണ തുലാവത്തിന്റെ അഥവാ പാരായണത്തിന്റെ ഇടയിൽ സുജൂദുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ അറിഞ്ഞാൽക്ക് അറിയാം, ബാക്കിൽ പെണ്ണുങ്ങളുണ്ട്. അപ്പൊ ഓലെന്ത് ചെയ്തു, എല്ലാ സാധാരണ പോലെ ചെയ്യണമെന്നാണ്. പക്ഷെ ഇമാം ഒരിക്കൽ ആ സമയത്ത് തുലാവത്തിന്റെ സുജൂദിന്റെ സമയത്ത് റുക്കൂക്കിലേക്ക് പോയി. റുക്കൂക്കിലേക്ക് പോകണേ നോക്കുന്നുണ്ടായിട്ടില്ല, സുജൂദ് ചെയ്തില്ല. എന്തോ അങ്ങനെ സംഭവിച്ചു, പെണ്ണുങ്ങളെല്ലാവരും കൂടി എടുക്കുകയും, അപ്പൊ ഇമാമിനെ കാണാത്തവരൊക്കെ സുജൂദിൽ പോയി. ഇമാം എല്ലാവരും ആകെ കൺഫ്യൂഷനായി. പിന്നെ കുറച്ച് കഴിഞ്ഞ ഇമാമിന്റെ കൂടാണ് കൂടി. അപ്പോൾ റുക്കൂ കിട്ടണോ? ഇല്ല, കിട്ടിയില്ല. ഉണ്ടായതാണ് ഈ വിഷയനോട് ചോദിച്ചതാ. അപ്പോൾ കിട്ടില്ല. വേറെ അപ്പം തന്നെ എന്താക്കണം, വേറെ കാത്ത് നിസ്കരിക്കണം, തിരിഞ്ഞു കഴിക്കണം, വേറെ സ്ഥിതി നിസ്കരിക്കണം. അപ്പൊ ഇതാണ് എന്ത് റുക്നുകൾ. എന്തൊക്കെയാ റുക്നുകൾ? റുക്നുകൾ ഇൻഷാ നമ്മൾ പറയും. നിൽക്കുക എന്നുള്ളത് റുക്കനാണ്, കഴിവുള്ള നിൽക്കണം. ഇൻഷാ അല്ലാഹ് റുക്ൻ നമ്മൾ വിഷയമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നാമത് തക്ബീറത്തുൽ ഇഹ്റാം. നമസ്കാരത്തിൽ എത്ര തക്ബീറത്തുൽ ഇഹ്റാം ഉണ്ട്? ഒന്ന് എന്താണ്? തക്ബീറത്തുൽ ഇഹ്റാം ഒന്നേ ഉണ്ടാവുള്ളൂ എല്ലാ നിസ്കാരത്തിലും. തക്ബീറത്തുൽ ഇഹ്റാം നമസ്കാരത്തിലും സുബ്ഹിസ്കാരത്തിലും ബാക്കിയൊക്കെ തക്ബീറുകളാ. ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ ഇഹ്റാം പ്രവേശിക്കാന്നറിയില്ലേ? നിസ്കാരത്തിലേക്കാണ് കൈ എത്തിയിട്ടുണ്ടെങ്കിൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമൊക്കെ ബാക്കി അനുവദനീയമായതിനെ എല്ലാം, അനുവദനീയമായ കുറെ സംഗതികളെയൊക്കെ ഹറാമാക്കും തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മൾ ഹജ്ജിന് ഉംറയ്ക്ക് ഇഹ്റാം കെട്ടിയിട്ടുണ്ടെങ്കിൽ സുഗന്ധം പൂശ അനുവദനീയമാണ്, ഭാര്യ ഭർത്താവ് അനുവദനീയമാണ്, ഒക്കെ നമുക്ക് അനുവദനീയമാണ്. പക്ഷെ ഇഹ്റാമിൽ കയറിയാൽ പറ്റുമോ? പറ്റില്ല. നമുക്ക് തിരിഞ്ഞു നോക്കലും സംസാരിക്കലും ചിരിക്കലും ഭക്ഷണം കഴിക്കലൊക്കെ പറ്റും. പക്ഷെ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് കയറി തന്നെ അത് ഹറാമായി. പറ്റുന്ന പോലും ഹറാമാക്കുന്ന സാധനമാണ്. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം എല്ലാ സ്കരിലും ഒന്നും ഉണ്ടാവും. ക്ലിയറാണല്ലോ. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് ഒരാൾ പ്രവേശിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഒരാൾ വെളിയെടുത്ത് വന്ന് ശരിയാമെന്ന് തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറയാത്തവന് നിസ്കാരമല്ല. തക്ബീറത്തുൽ ഇഹ്റാം എന്താണ്? റുക്നാണ്. തക്ബീറത്തുൽ ഇഹ്റാം ഇല്ല, നിസ്കാരം ഇല്ല. ബാക്കി പറയാം ഇൻഷാ. കൈ കെട്ടല് റുക്നല്ല. കൈ ഒരാൾ താത്തിട്ട് നിസ്കാര ശേഷം റസൂലുള്ളാഹിന്റെ ചര്യയ്ക്ക് എതിരാണത്. ഇൻഷാ അല്ലാഹ് ആ സമയത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. അതുപോലെ ഇത്തിദാല്, സുജൂദ് ഒക്കെ ഇടയിലിരുത്തം, അവസാനത്തെ അത്തഹിയ്യാത്ത്, ഇതൊക്കെ എന്താണ്? റുക്നാണ്, നെടുന്തൂണാണ്. ഇതിന് കളില്ല. സുജൂദ് റുക്കു കളില്ല. മുസ്ലിം പറഞ്ഞു, നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഹദീസ് പറഞ്ഞല്ലോ, ഒരാൾ 60 കൊല്ലം നിസ്കരിച്ചു. 60 കൊല്ലം നിസ്കരിച്ചു. പ്രിയമുള്ള സഹോദരന്മാരെ,
എന്നിട്ട് അയാളുടെ നമസ്കാരം കൂലി വാങ്ങാൻ വേണ്ടി പടച്ചറബിന്റെ കോടതിയിൽ വന്നിട്ട് ഒരു നമസ്കാരവും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു നിസ്കാരമില്ലാത്ത മനുഷ്യൻ എന്തെങ്കിലും അവസ്ഥ ആലോചിക്കി. 60 കൊല്ലം നിസ്കരിച്ചിട്ട് ഒരു നിസ്കാരം പൂർത്തീകരിച്ചിട്ടില്ല. റസൂൽ എന്താ പറഞ്ഞെന്നറിയോ? ഒരു നിസ്കാരത്തിൽ അയാളുടെ റുക്കൂ പൂർണ്ണമായിട്ടുണ്ടാവില്ല, സുജൂദ് ശരിയായിട്ടുണ്ടാവും. മറ്റൊരു നിസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ റുക്കൂ ശരിയായിട്ടുണ്ടാവും, സുജൂദ് ശരിയായിട്ടുണ്ടാവില്ല. അഥവാ റുക്കിന് പാളിയിക്കണം നടത്തും. റുക്കിന് പാളാൻ പറ്റില്ല. അപ്പൊ നമ്മളെവിടെ പഠിക്കണം? എന്തിനാ? റുക്കിന് ശരിക്ക് പഠിക്കണം. നമ്മളെ കുട്ടികൾക്ക് നിസ്കാരം റുക്കിന് ശരിയാണോ? റുക്കിന് കഴിഞ്ഞാൽ പിന്നെ വാജിബുകളാണ്. റുക്കിന് കഴിഞ്ഞാൽ പിന്നുള്ളത് ഓക്കെ ശരി, വാജിബുകളാണ്. അപ്പൊ നമ്മൾ അവസാനത്തെ അത്തഹിയ്യാത്ത് റുക്കിനാണ്. ഒന്നാമത്തെ അത്തഹിയ്യാത്തോ എന്താണ്? വാജിബാണ്. അത് നഷ്ടപ്പെട്ടാലോ? കൽപ്പിച്ചുകൊണ്ട് ഒരു റുക്കിനോട് നമുക്ക് ഭയങ്കര തിരക്കുണ്ട്, ട്രെയിന് വരാനായിരിക്കണം. ഒന്നാമത്തെ അത്തഹിയ്യാത്താണ് സ്കിപ്പ് ചെയ്താൽ നിസ്കരിച്ചു, പറ്റുമോ? നിസ്കാരം ബാത്തിലാണ്. ഒന്നാമത്തെ അത്തഹിയ്യാത്ത് മറന്നു. ഒന്നാമത്തെ അത്തഹിയ്യാത്തിലുള്ളൊരു നിസ്കാരം ഒരു റക്അത്തിൽ ഒന്നാമത്തെ അത്തഹിയ്യാത്ത് നടത്തിയിട്ട് അതിന്റെ സുജൂദ് ചെയ്യണോ? വേണ്ട. നോക്കൂ, എന്താണ് വാജിബ് എന്ന് പറഞ്ഞാല്? വാജിബ് ഏതെങ്കിലും മനഃപൂർവ്വം വിട്ടുപോയാൽ നിസ്കാരം ബാത്തിലാവും, മാറ്റി നിസ്കരിക്കണം. അറിയാതെ വിട്ടുപോയാൽ അത് വീണ്ടും ചെയ്യേണ്ടതില്ല. അവസാനം സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മൾ ഒന്നാമത്തെ അത്തഹിയ്യാത്തിനാണ് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്താ ചെയ്യണത്? 2 സുജൂദേ ചെയ്യുന്നുള്ളൂ. അതാണ് വാജിബ്. അപ്പൊ റുക്കിന് നഷ്ടപ്പെടാനേ പാടില്ല, റുക്കിന് പരിക്ക് പറ്റാൻ പാടില്ല. നിസ്കാരത്തെ ബാധിക്കും, നിസ്കാരം ഉണ്ടാവില്ല. സുന്നത്ത് ഒരേ റുക്കിനാണ്. അപ്പൊ റുക്കിന് നഷ്ടപ്പെട്ടാൽ എന്താണ് ബുദ്ധി നമ്മൾ പഠിച്ചു. വാജിബ് നഷ്ടപ്പെട്ടാലോ? പറഞ്ഞാട്ടെ. ആ വാജിബ് നമ്മൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു. അവസാനം സലാം വീട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്യാൻ മതി. ശരി, ഫിഖാണ് ഞാൻ പറഞ്ഞല്ലോ. ഫിഖ് നമ്മൾ പറഞ്ഞിരുന്നു. ഫിഖാണ് ഒരുപാട് ചർച്ചകൾ ഉണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ ചർച്ച വരാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം പഠിപ്പിച്ചപ്പോൾ നബി പറഞ്ഞു അത് റുക്നാണ്, അത് വാജിബാണ്, അത് സുന്നത്താണെന്നും പറഞ്ഞില്ല. ആ നിസ്കാരം പഠിപ്പിച്ചപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതിനൊക്കെ ഇത്ര ഗൗരവം കൊടുത്തു, എന്തുകൊണ്ടൊക്കെ പൊളിഞ്ഞുപോയി, ഇത് കണ്ടപ്പോൾ കുഴപ്പമില്ല ലാഹറജാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ആ ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ, അഗ്രേസരന്മാരായ പണ്ഡിതന്മാർ മനസ്സിലാക്കിയെടുക്കുകയാണ് ഇത് പോയാൽ പറ്റൂല, ഇത് റുക്കനാണ്. ഏതുപോലെ ഒരു വീടിന് അടിത്തറ വേണം, റൂഫ് വേണം, ചുമര് വേണം, വാതിൽ വേണം. വാതിലിന്റെ പൊളിയില്ലെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ കൊടുക്കും അല്ലേ? അല്ല, വാതിൽ പൊളിയും വേണ്ടി വരും. അതൊക്കെ റുക്കിന് വീട്ടിക്കൊള്ളിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു. മേൽക്കൂറില്ലാത്ത വീടായാലും പറ്റില്ല, കൊടുക്കാണ്ടില്ലല്ലോ, മനസ്സിലാവില്ലേ? അപ്പോ ഇപ്പൊ പെയിന്റ് അടിച്ചിട്ടില്ല, നമ്മൾ കിടന്നൂലേ? തേച്ചിട്ടില്ല, പ്ലാസ്റ്ററിങ് എടുത്തിട്ടില്ല, കിടന്നൂടെ? എടുക്കാം. അപ്പോ അടിത്തറ, ചുമര്, വാതില്, അതേപോലെ തന്നെ റൂഫൊക്കെ നമുക്ക് എന്താക്കാം? റുക്കിന്. അതില്ലെങ്കിൽ വീടില്ല. പക്ഷെ തേക്കാത്തൊരു വീട്ടിൽ കെടുവരാൻ പറ്റുമോ? പ്രയാസകരം, പൊടിയും പ്രയാസം. ജനവാതിലിന്റെ പൊളി വെച്ചിട്ടില്ല, കാറ്റടിക്കും, മഴ വരും, വലിയ ഇടങ്ങാറുകാരം. അതിന് നമുക്ക് എന്താക്കുകയാണെങ്കിൽ വാജിബാക്കാം. അതുണ്ടെങ്കിൽ ഏറെക്കല് സമാധാനം ഉണ്ടാവുള്ളൂ. നിസ്സാര കാര്യമില്ല. ജനാലൊക്കെ വിളിച്ചിട്ടില്ലാതെ കയറിയിറങ്ങാൻ പറ്റുമോ? വീട്ടിലേക്ക് ആരെങ്കിലും പാടി വെക്കൂലേ? വലിയ ഇടങ്ങാറാ, മനസ്സിലാവില്ലേ? ഇനി സുന്നത്തുകളുണ്ട്. സുന്നത്ത് വാചികമായ സുന്നത്തുണ്ട്, പ്രവൃത്തിപരത്തിലുള്ള സുന്നത്തുണ്ട്. സമയമാണല്ലേ? അവസാനിപ്പിക്കാം. പ്രവൃത്തിപരത്തിലുള്ള സുന്നത്തുണ്ട്. തോന്നുള്ളൂ. ശരി, ഈ സുന്നത്തുകള് നമുക്ക് പെയിന്റ് നല്ല രീതിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. വേണ്ടിടത്തും അതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടി ട്യൂബൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട് എല്ലാ പണിയും കഴിഞ്ഞ് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല എലവേഷനുള്ള ചുരുക്ക് മഞ്ചാക്കിയിട്ടുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ 3000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു പെയിന്റ് എടുക്കാത്ത വീടും. ഏതാ രസം? സംശയമില്ല, 1000 സ്ക്വയർ ഫീറ്റിന്റെ ആണെങ്കിൽ അതാണ്. അപ്പോൾ നല്ല രസമുള്ള ചുരുക്കുള്ള ഭംഗിയുള്ള നിസ്കാരമാണെങ്കിൽ ആ സുന്നത്തുകളും കൂടി ഉണ്ടാവണം. മനസ്സിലാവല്ലോ? അപ്പോ റുക്കിന് പോയാൽ കഴിഞ്ഞു. വാജിബ് വേറെ ശ്രദ്ധിക്കേണ്ടതാണ്. സുന്നത്താണെങ്കിൽ പരിപൂർണതയാണ്.
എല്ലാ പെയിന്റ് അടിച്ച് അവിടെ ഒരു ആ കട്ടിങ്ങിന് ഒരു പെയിന്റ്, ഈ കട്ടിങ്ങിന് ഒരു പെയിന്റ്. എന്ത് രസമാണ് നമ്മൾ വണ്ടിയൊക്കെ ശരിക്കും ഭംഗിയാവും ഉഷാറായി കൊണ്ടെടുക്കില്ല. അങ്ങനത്തെ നിസ്കാരം അല്ലാതെ കൊടുക്കാൻ പറ്റും. അത് സുന്നത്തും വെറുതെ കളയല്ലേ, അത് സുന്നത്തല്ലേ, കൈ ഉയർത്തല് സുന്നത്തല്ലേ എന്നൊരു വെറുതെ കളയണ്ട. നമുക്കൊരു നിസ്സാരമായിരിക്കും, എത്രയാണ് അതിന്റെ കൂലി. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് പരിപൂർണമായിട്ട് ഏതൊക്കെ സുന്നത്ത്, ഏതൊക്കെ ഫർള്, ഏതൊക്കെ റുക്നുകൾ, ആ വിഷയം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തിട്ടുള്ള ആ ചോദ്യങ്ങൾ എനിക്ക് ഒന്നും കൂടി നോക്കി വരാനും പറ്റും കേട്ടാ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള അസർ നമസ്കാരത്തിൽ സുജൂദ് പോയത് മഗ്രിബിനാണ് അറിഞ്ഞതെങ്കിൽ ആദ്യം മഗ്രിബാണോ നിസ്കരിക്കേണ്ട അസറാണോ നിസ്കരിക്കേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ആദ്യം ഏതാ ഓർഡറിൽ? അസർ നിസ്കരിക്കണം. നേരെ മഗ്രിബ് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, കുഴപ്പമില്ല. ആദ്യം നിസ്കരിച്ചാൽ അറിയണത്, അപ്പൊ അവിടെ അസർ നിസ്കരിച്ചാൽ മതി. നമുക്കിപ്പോ ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു വിചാരിക്കാം. കല്യാണമൊക്കെ കഴിഞ്ഞു, ഭാര്യയും കുട്ടികളൊക്കെ കയ്യിലാക്കി റൂമിൽ വന്നാണ് കിടന്നുറങ്ങി. പിന്നെ ഇങ്ങനെ അസർക്ക് എഴുതിയിട്ടത് ഓർമ്മയില്ല. പിറ്റേന്നിങ്ങനെ ഇന്നലെ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നു. അങ്ങനെ ഉണ്ടാവില്ല, ഉണ്ടാവും. ഇന്നലെ നിസ്കരിച്ചിട്ടില്ലല്ലോ കുറച്ചാണ്. എന്ത് ചെയ്യണം? ഓർമ്മ വന്ന സമയത്ത് അത് അള്ളാഹ് കൊടുക്കാനുള്ള കടയാണ്, അള്ളാഹ് കൊടുക്കാനുള്ള കടയാണ്. അത് അപ്പം നിസ്കരിക്കണം. ക്ലിയറാണല്ലോ? ശരി. മഗ്രിബ് ജമാഅത്ത് ആദ്യം അസർ നിസ്കരിക്കണ്ടേ? അപ്പൊ ആ ജമാഅത്തിൽ കൂടാൻ പറ്റും. ജമാഅത്തിൽ കൂടാൻ മതി. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഇപ്പൊ നമ്മളൊരു യാത്രക്കാരായിരുന്നു, അവിടെ നാട്ടിലെത്തിയാലും പള്ളിയിലെത്തിയൊക്കെ അവിടെ ഇശാസ്കാരാണ്. നമ്മൾ യാത്രക്കാരനാണ്, മരിസ്കരിച്ചിട്ടില്ല, നമുക്ക് സമയമുണ്ടല്ലോ. അവിടെ ഇശയാണ് അവിടെ ജമാഅത്ത് നടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ആ ഇശ ജമാഅത്തിന്റെ കൂടെ മഗ്രിബിന്റെ നിയത്തിച്ച് കൂടാൻ പറ്റും. അപ്പൊ 4 റക്അത്തല്ല. അപ്പൊ എന്ത് ചെയ്യും? അത് നമ്മൾ പറയാം, സമയം ഉണ്ടാവില്ല. 4 റക്അത്താണല്ലോ ഇശ, ഇത് 3 റക്അത്താണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് എഴുതാം. ഷായർക്ക് ഒന്നായിട്ടൊന്ന് കൺസൾട്ടേറ്റ് ചെയ്ത് എനിക്ക് നിൽക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം. ക്ലാസ്സിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക, നമ്മളെ മക്കളെയും കൂടി പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. നാളെ ഞായറാഴ്ചയാണ്, ക്ലാസ് ഒന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക്. അപ്പോൾ എല്ലാ ദിവസവും കുട്ടികൾക്ക് സ്കൂളിൻ്റെ മനസ്സിൻ്റെ തിരക്കിലാണ്, ദുനിയാവിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഒരു മക്കളെയും വേറെ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ഇതൊന്ന് കേൾപ്പിച്ച് അവരെ നമസ്കാരം ക്ലിയർ ആക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇവിടെ അവസരം ഉണ്ടായിട്ട് അവസരം ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ നമസ്കാരക്കാരുടെ വാതിലിലൂടെ, അതേപോലെ തന്നെ നോമ്പുകാരുടെ വാതിലൂടെ, ഏതിലൂടെയും കടക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ബിസിനസ്സിലും ഏർപ്പാടുകളിലും എല്ലാം ഖൈറും ബർക്കത്തും നടക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എല്ലാം അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.